അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3-ാം ക്ലാസ്സിലെ ലിസാനിലെ 1-ാമത്തെ പാഠമാണ്. ഈ 1-ാമത്തെ പാഠത്തിൽ നാം 2-ാം ക്ലാസ്സിൽ പഠിച്ച ആ പദങ്ങൾ അതൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കുക എന്നുള്ള നിലക്കാണ് ഈ പാഠം നൽകിയിട്ടുള്ളത്. 2-ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ 1-ാമത്തെ പാഠത്തിലൂടെ നമ്മൾ ഓർമ്മ പുതുക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് നോക്കാം. അദ്ദർസുൽ അവൽ, പാഠം 1. ഹാദാ കലമീ, ഇത് എൻ്റെ പേനയാകുന്നു. നമ്മൾ 2-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, അടുത്തുള്ള വസ്തുവിനെ ഇഷാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹാദ. ഇത് കലമീ, എൻ്റെ പേനയാകുന്നു. ഇനി ഒരു സംഭാഷണ രൂപേണയാണ് പാഠഭാഗം നൽകിയിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിനിയോട് പറയുകയാണ്, അന ദാരിസുൻ. ആൺകുട്ടി പറയാണ്, അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. ഇനി ആ ആൺകുട്ടി പെൺകുട്ടിയോട് തന്നെയാണ് പറയുന്നത്, അൻതി ഉഖ്തി, നീ എൻ്റെ സഹോദരിയാണ്. അൻതി എന്ന് പറഞ്ഞാൽ നീ, ആയതുകൊണ്ടാണ് അൻതി എന്ന് ഉപയോഗിച്ചത്. അൻതി ഉഖ്തി, നീ എൻ്റെ സഹോദരിയാണ്. ഇനി പെൺകുട്ടി ആൺകുട്ടിയോട് സംസാരിക്കുകയാണ്, അന ദാരിസത്തുൻ, ഞാൻ ഒരു വിദ്യാർത്ഥിനിയാണ്. പെൺകുട്ടി അതുകൊണ്ട് ദാരിസത്തുൻ എന്ന് പറഞ്ഞത്. ഇനി ആ പെൺകുട്ടി തന്നെ ആൺകുട്ടിയോട് പറയാണ്, അൻത അഹീ, നീ എൻ്റെ സഹോദരനാണ്. ഇവിടെ അൻത എന്നായത് ആൺകുട്ടിയോട് പറയുന്നത് കൊണ്ടാണ് അൻത അഹി എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ചിത്രം, ഹാദ കലമീ, കീശയിലുള്ള പേനയെ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഹാദ കലമീ, ഇത് എൻ്റെ പേനയാകുന്നു. അടുത്തത്, ആ പേന എവിടെയുള്ളത് എന്നാണ് പറയുന്നത്. അൽ കലമു ഫിൽ ജൈബി, പേന കീശയിലാകുന്നു. ഇവിടെ ഫി എന്നത് ഫിൽ ജൈബി എന്ന് പറഞ്ഞപ്പോൾ കീശയിൽ എന്ന അർത്ഥം കിട്ടി. അതിനാണ് ഫി എന്ന പദം ഉപയോഗിക്കുന്നത്. അൽ കലമു ഫിൽ ജൈബി, പേന കീശയിലാകുന്നു. ഇനി അടുത്തത് ഒരു പൂച്ചയെ സംബന്ധിച്ച് പറയുകയാണ്. ഒരു കുട്ടി സംസാരിക്കുകയാണ്, ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാകുന്നു. ഇവിടെ ഹിറത്തുൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹാദിഹി എന്ന് ഉപയോഗിച്ചത്. കഴിഞ്ഞതിൽ ഹാദ എന്ന് പറഞ്ഞത് കലമുൻ എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ടാണ് അവിടെ ഹാദ എന്ന് ഉപയോഗിച്ചത്. ഇവിടെ ഹാദിഹി എന്നായത് ഹിറത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. 2-ാം ക്ലാസ്സിൽ നാം പഠിച്ചതാണ്. ഇനി അൽ ഹിറത്തു അല ഷജറത്തി, അൽ ഹിറത്തു പൂച്ച, അല ഷജറത്തി മരത്തിൻ്റെ മുകളിലാണ്. ഇവിടെ അല എന്ന പദം ഉപയോഗിച്ചത് മുകളിൽ എന്നുള്ള ആ ഒരു അർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ്. അല ഷജറത്തി മരത്തിന്മേൽ, അല ത്വാവിലത്തി മേശയുടെ മുകളിൽ, ഇങ്ങനെയുള്ള അർത്ഥം ലഭിക്കാനാണ് അല എന്ന പദം ഉപയോഗിക്കുന്നത്. അൽ ഹിറത്തു പൂച്ച, അല ഷജറത്തി മരത്തിന് മുകളിലാണ്. ഇനി മറ്റൊരു ചിത്രത്തിൽ കുട്ടി പറയുകയാണ്, മൻ ഹാദ, മൻ ഹാദ, ഇത് ആരാകുന്നു. ഇവിടെ ആരാകുന്നു എന്നുള്ള ചോദ്യം കിട്ടാനാണ് മൻ എന്ന ചോദ്യത്തിൻ്റെ അക്ഷരം വന്നത്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്. അപ്പം മൻ ഹാദ, ഇത് ആരാകുന്നു. ഇത് ഒരു പുരുഷനെ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, മൻ ഹാദ, ഇത് ആരാകുന്നു. ഇനി അതേ സമയത്ത് ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ മൻ ഹാദിഹി, ഇത് ആരാകുന്നു. ഇനി മറ്റൊരു ചിത്രത്തിൽ ഒരു കുട്ടി പറയുകയാണ്, ഹാദ അബീ, ഇത് എൻ്റെ ഉപ്പയാകുന്നു. അപ്പോൾ മൻ ഹാദ എന്ന് ചോദിച്ചാൽ ഹാദ അബീ, അബി എന്നത് പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ഹാദ എന്ന് തുടക്കത്തിൽ വന്നത്, ഇത് എന്ന് ഉപയോഗിക്കാൻ. ഇനി ഉമ്മയെക്കുറിച്ച് പറയാണ്, ഹാദിഹി ഉമ്മീ, ഇത് എൻ്റെ ഉമ്മയാകുന്നു.
ഉമ്മ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹാദിഹി എന്നത് ഉപയോഗിച്ചത്. ഹാദിഹി ഉമ്മി, ഇത് എൻ്റെ ഉമ്മയാകുന്നു.